ഹരി ഓം. ശ്രീമദ് ഭഗവത്ഗീത 15-ാം അധ്യായം പുരുഷോത്തമ യോഗം. സംസാരവൃക്ഷത്തിൻ്റെ സ്വരൂപമറിഞ്ഞ് ബ്രഹ്മത്വം പ്രാപിച്ചവന് ജനനമരണാദി ക്ലേശങ്ങൾ ഉണ്ടാവില്ലെന്ന് 6-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു. സംസാരബദ്ധമായ ജീവാത്മാവിൻ്റെ സ്വഭാവം എന്ത് എന്ന് വിവരിക്കുന്ന ശ്ലോകമാണ് അടുത്തത്, 7-ാമത്തെ ശ്ലോകം. മമൈവാംശോ ജീവലോകേ ജീവഭൂത സനാതനഃ മനഃഷ്ഠാനീന്ദ്രിയാണി പ്രകൃതിസ്ഥാനി കർഷതി. മമ എൻ്റെ പരമാത്മാവിൻ്റെ സനാതനഃ നിത്യമായ അംശം ജീവഭൂത ജീവനായി തീർന്നിട്ട് അല്ലെങ്കിൽ ജീവാത്മാവായിട്ട് ജീവലോകത്ത് ഈ സംസാരത്തിൽ പ്രകൃതിസ്ഥാനി പ്രകൃതിനിഷ്ഠങ്ങളായ മനഃഷ്ഠാനി മനസ്സ് 6-ാമതായിട്ടുള്ള അല്ലെങ്കിൽ മനസ്സുൾപ്പെടെ 6 എണ്ണമുള്ള ഇന്ദ്രിയങ്ങളെ കർഷണം ചെയ്യുന്നു അഥവാ ആകർഷിക്കുന്നു. എൻ്റെ തന്നെ സനാതനമായ അംശം ജീവലോകത്തിൽ ജീവാത്മാവായി ചമഞ്ഞ് പ്രകൃതിയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ദ്രിയങ്ങളെയും 6-ാമതായുള്ള മനസ്സിനെയും തന്നിലേക്ക് ആകർഷിക്കുന്നു. ഈ സംസാരത്തിൽ ഞാൻ കർത്താവാണ്, ഞാൻ ഭോക്താവാണ് എന്നഭിമാനിക്കുന്ന ജീവൻ പരമാത്മാവിൻ്റെ തന്നെ സനാതനമായ ഭാഗമാണ്. ഒരു പാത്രത്തിലെ ജലത്തിൽ പ്രതിഫലിക്കുന്ന സൂര്യാംശം ആണെന്ന് നമുക്ക് തോന്നും. ജലമൊഴുക്കിക്കളഞ്ഞാൽ പിന്നെ പ്രതിബിംബമില്ല, സാക്ഷാൽ സൂര്യൻ മാത്രം. അതുപോലെ ഒരു കുടത്തിനകത്ത് ആകാശം അഥവാ സ്പേസ് ഉണ്ട്. ആ കുടമുടഞ്ഞാൽ ഘടാകാശം ഇല്ലാതെയാകുന്നു, പുറമേയുള്ള മഹാകാശവുമായി അത് ഒന്നുചേരുന്നു. അത് മനസ്സിലാക്കി തരാനാണ് ജീവാത്മാവിനെ അംശം എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്. സത്യത്തിൽ പരമ്പൊരുളിന് അംശമില്ല, അത് അഖണ്ഡമാണ്. എന്നാൽ മനോബുദ്ധികളിൽ പ്രതിഫലിക്കുമ്പോൾ അതിന് ജീവൻ എന്ന പരിമിതമായ ഭാവം വന്നു ചേരുന്നു. അതിന് മനസ്സുൾപ്പെടെയുള്ള 6 ഇന്ദ്രിയങ്ങളുണ്ട്. അവ 6ഉം പ്രകൃതിയുടെ അംശങ്ങളുമാണ്, അല്ലെങ്കിൽ ക്ഷേത്രത്തിൻ്റെ അംശങ്ങളാണ്. ഈ ഇന്ദ്രിയങ്ങളെ പരമാത്മാവിൻ്റെ അംശമായ ജീവൻ തന്നിലേക്ക് ആകർഷിച്ചുകൊണ്ടിരിക്കുന്നു. പരമ്പൊരുൾ എപ്പോഴാണ് ഇന്ദ്രിയങ്ങളെ തന്നിലേക്ക് ആകർഷിക്കുന്നത് എന്ന് പറയുന്നു അടുത്ത ശ്ലോകത്തിൽ, 8-ാമത്തെ ശ്ലോകം. ശരീരം യദവാപ്നോതി യച്ഛാപ്യുത്ക്രാമതീശ്വരഃ ഗൃഹീത്വൈതാനി സംയാതി വായുർഗന്ധാനി വാശയാത്. ഈശ്വരാംശമായ ജീവാത്മാവ് ശരീരം യാതൊരു ശരീരത്തെ അവാപ്നോതി പ്രാപിക്കുന്നുവോ, യാതൊന്നിനെ അല്ലെങ്കിൽ യാതൊരു ശരീരത്തെ ഉത്ക്രാമതീച്ച വിട്ടുപോകുകയും ചെയ്യുന്നുവോ, തഥാ അപ്പോൾ വായുഹു കാറ്റ് ആശയത്തിൽ നിന്ന് അല്ലെങ്കിൽ പുഷ്പത്തിൽ നിന്ന് ഗന്ധാൻ ഇവ ഏതാനി ഗന്ധങ്ങളെ എന്ന പോലെ ഇവയെ എന്നാൽ ഇന്ദ്രിയാകർഷണ രൂപമായ ജീവന്റെ വാസനകളെ ഗൃഹീത്വാ ഏവ സംയാതി സ്വീകരിച്ചിട്ട് തന്നെ പോകുന്നു. ഈശ്വരാംശമായ ജീവാത്മാവ് ശരീരം സ്വീകരിക്കുമ്പോഴും ശരീരം വിടുമ്പോഴും വായു പൂവിൽ നിന്നും മറ്റും സൗരഭ്യത്തെ എന്ന പോലെ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും എടുത്തുകൊണ്ടു പോകുന്നു. ഇവിടെ ഈശ്വരൻ എന്ന ശബ്ദത്തിന് ഭരണകർത്താവ് അഥവാ നാഥൻ എന്നർത്ഥം. ഇന്ദ്രിയ മനോബുദ്ധികളുടെ അധീശനായ ജീവൻ. പരമാത്മാവ് ഇന്ദ്രിയ മനോബുദ്ധികളിൽ അഭിമാനിക്കുമ്പോഴാണ് ജീവൻ എന്ന ഭാവം വരുന്നത്. അത് ഒരു ശരീരമെടുക്കുന്നു. വാസനകൾ തീരുമ്പോൾ ജീവൻ ഇപ്പോഴുള്ള ശരീരം ഉപേക്ഷിക്കുകയും പുതിയതൊന്ന് സ്വീകരിക്കുകയും ചെയ്യുന്നു. അങ്ങനെയാണ് ജനനമരണ പ്രവാഹ രൂപമായ ഈ സംസാരം നിലനിൽക്കുന്നത്. ജീവൻ്റെ ഉപാധിയായി നിൽക്കുന്ന സൂക്ഷ്മ ശരീരം ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും അടങ്ങിയതാണ്. ജീവൻ ഒരു ശരീരത്തിൽ പ്രവേശിച്ച് അത് വിടുന്നതുവരെ ഇന്ദ്രിയ മനോബുദ്ധികളെ കൂടെ കൊണ്ടു നടക്കും. ഈ സൂക്ഷ്മ ശരീരം സ്ഥൂല ശരീരത്തിൽ നിന്നും എന്നേക്കുമായി വിട്ടുപിരിയുന്നതിനെയാണ് മരണം എന്ന് നമ്മൾ പറയുന്നത്.
ശവശരീരത്തിൽ ഇന്ദ്രിയങ്ങളോ മനസ്സോ ബുദ്ധിയോ പ്രവർത്തിക്കുന്നില്ല. കണ്ണും മൂക്കും ചെവിയും എല്ലാം യഥാസ്ഥാനത്ത് തന്നെ ഉണ്ടെങ്കിലും കാഴ്ചശക്തി, കേൾവിശക്തി, ഘ്രാണശക്തി എല്ലാം ആ നിമിഷം നിലച്ചുപോകും. കാരണം ജീവൻ ഇന്ദ്രിയ മനോബുദ്ധികളെ തൻ്റെ കൂടെ കൊണ്ടുപോയി കഴിഞ്ഞു. ഏത് വിധത്തിൽ കൊണ്ടുപോയി എന്നിവിടെ പറയുന്നു. വായു പുഷ്പങ്ങളിൽ നിന്നും അതിൻ്റെ ഗന്ധത്തെ കൊണ്ടുപോകുന്നത് പോലെ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്ത കർമ്മങ്ങളിൽ നിന്നും ഉൾക്കൊണ്ട വികാര വിചാരങ്ങളിൽ നിന്നും ഒരു സംസ്കാരം നമ്മുടെ ഉള്ളിൽ ഉടലെടുക്കും. അതിനെയാണ് വാസന എന്ന് പറയുന്നത്. ഈ വാസനയെയാണ് ജീവൻ തൻ്റെ കൂടെ കൊണ്ടുപോകുന്നത്. വാസനാമയമാണ് സൂക്ഷ്മ ശരീരം. ആ സൂക്ഷ്മ ശരീരത്തിലെ പരമാത്മാവിൻ്റെ പ്രതിബിംബമാണ് ജീവൻ. ഇതേ വാസനകളുമായി ഈ ജീവൻ പുതിയ ശരീരമെടുക്കും. ഇനി ആ ഇന്ദ്രിയങ്ങൾ ഏതാണ്, ജീവൻ അവയെക്കൊണ്ട് എന്താണ് ചെയ്യുന്നത് എന്ന് നോക്കാം. 9-ാമത്തെ ശ്ലോകം. ശ്രോത്രം ചക്ഷുസ്പർശനം ച രസനം ഘ്രാണമേവ ച അധിഷ്ഠായ മനശ്ചായം വിഷയാനുപസേവതേ. അയം ഇവൻ അല്ലെങ്കിൽ ജീവാത്മാവ് ശ്രോത്രം ചെവിയെയും ചക്ഷുഹു കണ്ണിനെയും സ്പർശനം തൊലിയെയും രസനം നാക്കിനെയും ഘ്രാണം മൂക്കിനെയും മനഃ ച മനസ്സിനെയും അധിഷ്ഠായ ഏവ ആശ്രയിച്ചിട്ട് തന്നെ വിഷയാൻ ഉപസേവതേ വിഷയങ്ങളെ അനുഭവിക്കുന്നു. ജീവാത്മാവ് ശ്രോത്രേന്ദ്രിയത്തെയും ചക്ഷുരിന്ദ്രിയത്തെയും ത്വഗിന്ദ്രിയത്തെയും ജിഹ്വേന്ദ്രിയത്തെയും അന്ധക്കരണത്തെയും ആശ്രയിച്ചിട്ട് വിഷയങ്ങളെ അനുഭവിക്കുന്നു. മനസ്സിൻ്റെ സഹായത്തോടെയാണ് ജീവൻ പഞ്ചജ്ഞാനേന്ദ്രിയങ്ങൾ മുഖേന വിഷയങ്ങളെ അറിയുകയും അനുഭവിക്കുകയും ചെയ്യുന്നത്. ചെവിയിലൂടെ ശബ്ദത്തെ, ത്വക്കിലൂടെ സ്പർശത്തെ, കണ്ണിലൂടെ രൂപത്തെ, നാവിലൂടെ രസത്തെ, മൂക്കിലൂടെ ഗന്ധത്തെ എല്ലാം അറിയുന്നു. മനസ്സിൻ്റെ സഹായത്തോടെ മാത്രമേ ഇത് സാധിക്കുകയുള്ളൂ. നമ്മൾ എന്തെങ്കിലും ഗാഠമായി ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ കണ്ണ് തുറന്നിരുന്നാലും നമ്മുടെ മുന്നിൽ നടക്കുന്നത് നാം കണ്ടെന്ന് വരില്ല. ആരെങ്കിലും നമ്മളോട് സംസാരിച്ചാൽ പോലും നമ്മളത് കേട്ടെന്നും വരില്ല. ശബ്ദം ചെവിയിലെത്തിയാലും കാഴ്ച കൺമുന്നിൽ ഉണ്ടായാലും മനസ്സ് മറ്റൊരിടത്തായാൽ ഇന്ദ്രിയ വിഷയങ്ങൾ അനുഭവത്തിൽ വരില്ല. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, ഈ പഞ്ചേന്ദ്രിയങ്ങളും പ്രവർത്തനക്ഷമമാകണമെങ്കിൽ അവ ഓരോന്നിൻ്റെയും പുറകെ ആറാമതായി മനസ്സുകൂടെ വേണം. അങ്ങനെയാണ് ദേഹമെടുത്ത ജീവാത്മാവ് ഇന്ദ്രിയ വിഷയങ്ങളെ അനുഭവിക്കുന്നത്. ആത്മാവ് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടെങ്കിലും എന്തുകൊണ്ട് നാം കാണുന്നില്ല? വിവേകികൾ മാത്രമേ ആത്മാവിനെ അറിയുന്നുള്ളൂ എന്ന് പറയുന്നു അടുത്ത ശ്ലോകത്തിൽ, 10-ാമത്തെ ശ്ലോകം. ഉത്ക്രാമന്തം സ്ഥിതം വാപി ഭുഞ്ജാനം വാ ഗുണാന്വിതം വിമൂഢാനാനുപശ്യന്തി പശ്യന്തി ജ്ഞാനചക്ഷുഷഃ. ഉത്ക്രാമന്തം ദേഹം വിട്ടുപോകുന്നതോ, സ്ഥിതം ദേഹത്തിൽ ഇരിക്കുന്നതായോ, ഭുഞ്ജാനം വ വിഷയങ്ങളെ അനുഭവിക്കുന്നതായോ, ഗുണാന്വിതം അപീവ ഗുണങ്ങളുള്ളതായിട്ടെങ്കിലുമോ, ഇമം ജീവാത്മാവിനെ വിമൂഢാഹ അജ്ഞന്മാർ ന അനുപശ്യന്തി കാണുന്നില്ല, ജ്ഞാനചക്ഷുഷഃ പശ്യന്തി ജ്ഞാനദൃഷ്ടിയുള്ളവർ കാണുന്നു. ദേഹം വിട്ടുപോകുന്നതോ, ദേഹത്തിൽ കുടികൊള്ളുന്നതോ, വിഷയങ്ങളെ ഭുജിക്കുന്നതോ, ത്രിഗുണങ്ങളുടെ ഭാവവ്യത്യാസങ്ങൾക്കൊത്ത് പെരുമാറുന്നതോ ആയ ജീവനെ അജ്ഞന്മാർ കാണുന്നില്ല, ജ്ഞാനദൃഷ്ടിയുള്ളവർ അഥവാ വിവേകികൾ കാണുന്നു. ജീവാത്മാവ് ശരീരത്തിലിരുന്ന് വിഷയങ്ങളെ അനുഭവിക്കുന്നു, ഒടുവിൽ ശരീരത്തെ വിട്ടുപോകുന്നു. ഇവ സത്വം മുതലായ ഗുണങ്ങളോട് കൂടിയതുമാണ്. എങ്കിലും അജ്ഞാനികൾ ജീവാത്മാവിനെ അല്പവും അറിയുന്നില്ല. പരമാത്മാവിൻ്റെ അംശമാണ് എന്ന നിലയിൽ മനസ്സിലാക്കാൻ അവർക്ക് കഴിയുന്നില്ല. എന്നാൽ ജ്ഞാനികൾ ഈ സത്യം അറിയുന്നു. നമ്മിലെ ജീവൻ എന്നത് ഉപാധിരഹിതമായ പരമാത്മാവാണ് എന്നവർ തിരിച്ചറിയുന്നു. അങ്ങനെയുള്ള സൂക്ഷ്മദർശന ശക്തിയെ ജ്ഞാനചക്ഷുസ് എന്ന് പറയുന്നു. ഇതൊരു പ്രത്യേക ഇന്ദ്രിയമൊന്നുമല്ല, സൂക്ഷ്മതത്വങ്ങളെ ഗ്രഹിക്കാനുള്ള കഴിവാണ്. ഒരു കവിത വായിക്കാൻ എല്ലാവർക്കും കഴിയും,
പക്ഷേ അതിലെ കാവ്യഭംഗി ആസ്വദിക്കാൻ ഒരു സഹൃദയന് മാത്രമേ കഴിയൂ. അതുപോലെയാണ് ആത്മചൈതന്യം എല്ലാവരിലും പ്രകാശിക്കുന്നുവെങ്കിലും അത് തിരിച്ചറിയാൻ സാധാരണക്കാരന് കഴിയുന്നില്ല. സാധനയിലൂടെ ജ്ഞാനചക്ഷുസ് വികസിപ്പിച്ച സിദ്ധപുരുഷന് ഇത് കഴിയുകയും ചെയ്യുന്നു. ഹരി ഓം തത്സത്.